നമുക്കിനി എ ആൻഡ് ദ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. എ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ജനറൽ നൗൺസ് പറയാനാണ്. അത് നമ്മൾ നോക്കിയിരുന്നു അല്ലേ? ജനറൽ നൗൺസ് വിച്ച് ഇസ് സ്റ്റാർട്ടിങ് വിത്ത് എ കോൺസണൻറ്റ് സൗണ്ട്. ഇനി കോൺസണൻറ്റ് എന്താണ്? നമുക്കറിയാം നമ്മുടെ ആൽഫബറ്റിക് സീരീസിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 26 ലെറ്റേഴ്സിൽ 5 വവൽസും ബാക്കി 21 ലെറ്റേഴ്സിനെയാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയുന്നത്. കോൺസണൻറ്റ് സൗണ്ട് വെച്ച് തുടങ്ങുന്ന നൗൺസിൻ്റെ മുമ്പിൽ നമ്മൾ എ ചേർക്കും. അതേപോലെ ആൻ ചേർക്കുന്നത് നൗൺ വവൽ സൗണ്ടിലാണ് തുടങ്ങണമെങ്കിൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കും? ആൻ ചേർക്കും. ഫോർ ജനറൽ നൗൺസ് ദാറ്റ് ബിഗിൻ വിത്ത് എ വവൽ സൗണ്ട്. ആൻ എഗ്, ആൻ ആക്ടർ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇനി ദ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്പെസിഫിക് നൗൺസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഒരു കാര്യത്തിനെ എടുത്ത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ ടീച്ചർ, ദ ചെയർ, അങ്ങനെ നമുക്ക് രണ്ടും ഒരു കോമൺ എക്സാമ്പിളിലൂടെ പഠിക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഐ സോ എ കൗ. ഒരു പശുവിനെ ഞാൻ കണ്ടു. അത് ഏതൊരു പശു വേണമെങ്കിലും ആവാം. ഒരു പശുവിനെ കണ്ടു. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നോക്കി. ദ കൗ വാസ് ഓഫ് ബ്ലാക്ക് കളർ. ഞാൻ കണ്ട പശു, ദ കൗ വാസ് ഓഫ് ബ്ലാക്ക് കളർ. അതായത് നമ്മളൊരു പശുവിനെ എടുത്ത് പറയാണ്. ആ പശുവിൻ്റെ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്ത് അതിനെടുത്ത് പറയുമ്പോഴാണ് അവിടെ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ.